ஒரு குழந்தை உருவாகிறதுக்கு 10 மாசம், ஒரு பட்டதாரி உருவாகிறதுக்கு 3 வருஷம், ஆனா ஒரு தலைவன் உருவாகிறதுக்கு ஒரு யுகமே தேவைப்படுது. ശിവ പക്ക മാസ്. അടിപൊളിയായിരുന്നു. എവിടെ ഇത്ര എനർജി നിനക്ക്, ഇത്ര ചെറിയ ബോഡിന്ന്? ഞാൻ ഫുഡൊക്കെ കഴിച്ചപ്പോഴാ. ആ ഫുഡൊക്കെ അടിച്ച് ഓക്കെ. നമുക്ക് നമ്മുടെ ചേട്ടൻ ചേച്ചി ചോദിക്കാം. അമ്മു, എന്ത് പെർഫോമൻസ് ആയിരുന്നടാ കുട്ട, അടിപൊളിയായിരുന്നു. ഫുൾ ഓൺ എനർജി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൂപ്പർ, നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് കൂടെ സപ്പോർട്ട് ചെയ്ത ചേട്ടന്മാരെല്ലാം അടിപൊളി. നിങ്ങൾ എൻട്രി തന്നെ കിടിലനായിരുന്നു. ശിവാനന്ദനെ കുറിച്ച് വേറൊരു കാര്യം കൂടെ കേട്ടു. ജസ്റ്റ് ഇവർക്ക് പഠിപ്പിച്ചു തുടങ്ങുന്ന കണ്ട് ഓണായിട്ട് പഠിച്ചെടുക്കുക എന്നാ പറഞ്ഞു മാസ്റ്റർ. അടിപൊളി, ഇത്രയൊക്കെ കിടിലനാണോപ്പാ നീ? ചേച്ചിക്ക് അവിടെ നിന്ന് തുള്ളുമായിരുന്നു കണ്ട് വല്ലതും. എവിടെ ഇവിടെ വിവേകാനന്ദ ഫുൾ ഡാൻസിലായിരുന്നു. നമ്മളൊക്കെ ഇവിടെ വിസിലൊക്കെ അടിച്ച് എന്താ അടിപൊളി. നമുക്ക് ഒന്നുകൂടി കാണണമെന്നുണ്ടായിരുന്നു. സത്യമായിട്ടും ഒന്നും കൂടെ കാണാൻ തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒന്നുകൂടി കളിക്കോ? പാട്ടിട്ട് അപ്പ കളിയും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കിടിലായിരുന്നു കേട്ടോ. സൗഭാഗ്യ ചേച്ചി, എന്റെ ദൈവം, ഇത് എന്തൊരു ഫാനാണത്. വിജയ് എന്ന് പറയുമ്പോഴേ നമുക്കൊരു ഗൂസ്ബംസ് ആണ്. അത്രയും ഒരു കിടിലൻ ആക്ടറാണ്. അതിന് എങ്ങനെ ഒരു ഫാൻ ആണോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും സ്പെഷ്യലായിട്ട് തോന്നുന്നത്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഡാൻസ് ത്രൂ ഔട്ട് മോനെയും ബാക്കി എല്ലാവരെയും കാട്ടിലും ഞങ്ങളായിരുന്നു ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ട് തുടങ്ങി എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്രൂപ്പിനെ ശ്രദ്ധിക്കാണ്ട് മോനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൈ ഐസ് വെ സ്റ്റക്ക് ഓൺ യു. അത്രയും ഒരു കിടിലൻ സ്മാർട്ട് പെർഫോമൻസ് ആയിരുന്നു മോൻ്റെ. ഒരു ഉഗ്രൻ മൂഡായിരുന്നു സ്റ്റേജിൽ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. കിടില്. വിവേകേട്ടാ, നിന്റെ എൻട്രി മരണമാസായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ആ കട്ടൗട്ട് നീ ഈ ഷോ കഴിയുമ്പോഴത്തേക്കാണ് നിന്റെ ഒരു ഓട്ടോഗ്രാഫ് ആ കട്ടൗട്ടിൽ ഇട്ടേരാ. അടിപൊളിയാ നീ. എനിക്ക് ഇനി എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വായും തുറന്നിരുന്നാണ് ഡാൻസ് കണ്ടത്. അത്രയ്ക്ക് നമ്മളെല്ലാം അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ ഡാൻസ്. എപ്പോഴെങ്കിലും വിജയ് സാറിന്റെ ഒരു മൂവിയിൽ ശിവാനന്ദനെ കാണാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയും ഒരു കിടിലനായിട്ടൊരു കുട്ടിയാണ് കേട്ടോ. എനിക്ക് ശരിക്കും തോന്നുന്നു വിജയ് സാർ ഈ ഒരു പ്രോഗ്രാം കാണണം, ഈ പെർഫോമൻസ് കാണണം, എന്നിട്ട് ശിവാനന്ദനെ വിളിക്കണം. നടക്കട്ടെ കേട്ടോ. അങ്ങനെ നടക്കൂടാ, അത് നടക്കും. ശിവ ശിവ
എങ്ങനെ നീ കറക്കിയില്ലേ ആ സാധനം വെച്ചിട്ട് ആ വടി വെച്ചിട്ട് സ്റ്റെപ്പ് ചെയ്തില്ലേ അത് വിവേക് ചേട്ടൻ പഠിപ്പിക്കും പ്രാവശ്യം. യെസ് ഓക്കെ അതാണ് നിന്റെ ടാസ്ക്. ആ ഓക്കെ. പഴമൊന്നും പറയാണ്ട് പഠിപ്പിക്കണേ. പഠിപ്പിച്ചു തരുമോ? പഠിപ്പിക്കുന്ന ഇടയിൽ കേട്ടില്ലെങ്കിൽ 2 തല്ല് കൊടുക്കാം, കുഴപ്പമില്ല. അത് നീ പതുക്കെ കാണുക, എനിക്ക് ഞാൻ പഠിക്കണ്ടേ? വാവ് കൊള്ളാം കൊള്ളാം. അടിപൊളി, അടിപൊളി. ഞാൻ സ്ലോ ചെയ്താൽ അത് ക്യാമറയിൽ ഫാസ്റ്റ് ആക്കാൻ പറ്റുമോ? മുഖം ആവശ്യമുള്ളതാണ് അടുത്ത്. കിടില്ല കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ മക്കളെ. ഗ്രേറ്റ്. ഞാൻ ഈ ഡാൻസ് അങ്ങോട്ട് പഠിക്കാൻ പോയാലൊന്ന് ആലോചിക്കും. വേണോ? വേണമെങ്കിൽ റെഡിയാണ്. എന്റെ പൊന്നു റിംഷ, എന്റെ പൊന്നു മാമന്റെ മോളെ, പ്ലീസ് മക്കളെ, അടുത്ത എപ്പിസോഡ് വരുമ്പോ ഈ ഒരു സാധനത്തിന് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോക്കോ. ഇങ്ങനെ തന്നെ വേണം, എനിക്ക് ഇതന്നെ വേണം. വിവേകത്തെ വിശ്വസിച്ചല്ലേ ഇറങ്ങി വന്നത്. വെള്ളം കിട്ടുമോ? ഇല്ല, ഇവിടേക്ക് പ്രവേശനമില്ല. വിവേകത്തെ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എന്നിട്ട് ഇപ്പോ ഞാൻ വിവേചാട്ടിനെ വിളിച്ചോണ്ട് പോകും. ഓഹോ മതി മക്കളെ, അതാണ് എനിക്ക് നല്ലത്. ശിവനെന്തേ ഡയലോഗ് ഒന്നുമില്ലേ? ഉണ്ട്. ഡയലോഗ് ഇല്ലാതെ പോവില്ല. ഓക്കെ കമോൺ. பாசத்துக்கு முன்னாடினா பனி, பகைக்கு முன்னாடினா புலி.